പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് കിഴവനും കടലും എന്നാണ്. ഇത് എഴുതിയത് പ്രശസ്തനായ ഇംഗ്ലണ്ട് എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണിത്. 1,00,000-ലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഈ പുസ്തകം വെറുതെ അല്ല വിറ്റഴിഞ്ഞതെന്ന് എനിക്കിത് വായിച്ചപ്പോൾ തോന്നി. ഇതിലെ കഥാപാത്രങ്ങൾ ഒരു വലിയ മത്സ്യവും കിഴവനും പിന്നെ ഒരു പയ്യനുമാണ്. ഈ പയ്യൻ കിഴവന്റെ കൂടെ 2 ആഴ്ച മീൻ പിടിക്കാൻ പോവുകയും അപ്പോഴൊന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ പയ്യന്റെ വീട്ടുകാർ കിഴവന്റെ അടുത്ത് നിന്നും മാറ്റി വേറെ ഒരു മീൻപിടുത്ത ബോട്ടിൽ ഇവനെ ആക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഈ പയ്യൻ വീണ്ടും കിഴവനെ സഹായിക്കാൻ വേണ്ടി ചെല്ലുകയും ഒരു നാൾ ഈ കിഴവൻ മാത്രം ഒറ്റയ്ക്ക് കടലിൽ പോയപ്പോൾ ഒരു വലിയ മത്സ്യം ഇദ്ദേഹത്തിന്റെ വഞ്ചിയെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അവസാനം ആ മത്സ്യത്തെ ഇദ്ദേഹം പിടികൂടി ചന്തയിലെത്തിച്ചപ്പോഴേക്കും ബാക്കിയുണ്ടായിരുന്ന മത്സ്യത്തിന്റെ മീൻ മുള്ളുകളും അതുപോലെ തന്നെ തലയും മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് ഇദ്ദേഹം പല ഷാർക്കുകളെയും നേരിട്ടിട്ടുണ്ട്. ഈ ഷാർക്കുകൾ എല്ലാം തന്നെ ഈ മീനിന്റെ മണമടിച്ചും ചോര കണ്ടും വന്നവരായിരുന്നു. ഇവരെല്ലാം ഇദ്ദേഹം നേരിടുന്നത് വളരെ അതിസാഹസികമായി തന്നെയാണ്. ഈ കഥയുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, എത്ര കഠിനമായ പ്രതിബന്ധങ്ങൾ വന്നാലും തോൽക്കാതെ മുന്നേറുക തന്നെ വേണമെന്നാണ്. നിങ്ങളെല്ലാവരും മനോഹരമായി ഈ പുസ്തകം വായിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി.